JK ടയർ ഇൻഡസ്ട്രീസ്, JK ടയറിൻ്റെ ഫാക്ടറി കേട്ടോ. ഇപ്പോൾ നമ്മൾ മൈസൂരിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മൈസൂരത്തെ പരിപാടി കഴിഞ്ഞ് നമ്മളൊരു ടെമ്പിൾ കാണാൻ പോകണം. കരിങ്കല്ലോട് ഉണ്ടാക്കിയമാരെ കണ്ട ഫോട്ടോയിൽ. ഇത് വേണുഗോപാലസ്വാമി ടെമ്പിള്. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ ഇന്ധനമൊക്കെ അടിച്ചു, റിസർവിലായിരുന്നു വണ്ടി. അപ്പോൾ ഇന്ധനമൊക്കെ അടിച്ചു, 400 അടിച്ചു. നേരെ വേണുഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ് നമ്മുടെ യാത്ര. 36 മിനിറ്റ് കാണിക്കുന്നത്. വേണുഗോപാലസ്വാമി ടെമ്പിളിലത്തെ പരിപാടി കഴിഞ്ഞാൽ വേണുഗോപാലസ്വാമിൻ്റെ ടെമ്പിളിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാംഗ്ലൂരാണ്. സൂര്യമാമൻ്റെ അടുക്കിന് പോണ. ഇവിടുന്ന് 150 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. അപ്പം അതാണ് അടുത്ത പ്ലാൻ. ഇത് തിരക്ക് കുറഞ്ഞ വരെ മൈസൂർ സിറ്റിയിൽ നിന്ന് മാറി ഇത് ഇപ്പോൾ കുറച്ച് ഓപ്പണായി കിടക്കുന്ന സ്ഥലങ്ങൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് വേണുഗോപാലസ്വാമി ടെമ്പിളിൻ്റെ അവിടെ വെച്ച് കാണാം. അതെന്തോ പുഴയുടെ തടാകത്തിൻ്റെ എന്തോ തീരത്താണ്. ഓക്കെ, വെൽക്കം. ടർക്കി കിളിപോയ ടർക്കികൾ. ഏതോ വലിയൊരു നദിയുടെ മേലെ കൂടെ ഇട്ടപ്പോൾ പോണത്. സാറ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചെറായിലല്ല എന്നിട്ട് സ്ഥലത്തിൻ്റെ പേര് ഒരു പാലല്ലേ അവിടെ പോകുമ്പോൾ അതുമാതിരി വലിയ, അതിനേക്കാളും വലിയ പോരാ. നല്ല പോലെ വെള്ളമുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അവിടെ എന്തോ ഡാമുണ്ടല്ലോ, വണ്ടക്കൻ ഡാം. ഇത്ര വലിയ ഡാമാ? 50 കിലോമീറ്റർ ഉണ്ടാവില്ല ഡാം നീട്ടം. പാടം നോക്ക്, സൂപ്പർ പാടം. കർണാടകയിൽ ഏതൊക്കെയോ രാജ്യത്തോടായിട്ട് നമ്മൾ പോകുന്നു. നോക്ക്, ഇങ്ങനെ വിശാലമായി എടുക്കുന്ന സ്ഥലം. സ്ഥലപ്പേര് KRPT റോഡ് അങ്ങനെ എന്തൊക്കെ എഴുതിയുണ്ട്, കാണുന്നുണ്ട്. ഇവിടുത്തെ സൂര്യൻ്റെ വെളിച്ചം ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു വാമനസ് കൂടുതലുള്ള പോലെ. അത് കുറവാണോ? സൂര്യൻ്റെ ഇതിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം ഞാനിത് അവിടെ നിന്ന് കണ്ട സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നൈറ്റ് സ്ഥലം അതിൻ്റെ കേട്ടോ. വണ്ടി പാർക്കിംഗ് ഒക്കെ എവിടെയാണോ? ഇപ്പം മണൽ തന്നെയല്ലേ പറഞ്ഞവർ. ഓ മൈ ഗോഡ്. ടോയ്ലറ്റ് ഉണ്ട്. ഭയങ്കര സ്ഥലം തന്നെ കേട്ടോ. മറ്റേ സെറ്റപ്പ് തന്നെയാണ് തോന്നുന്നത് എനിക്ക്. എന്ത് ആദിയോഗില്ലേ, ആ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. തടാകമാണ്, ലേക്കാണ് തോന്നുന്നത്. മാപ്പിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. അതാണ് സംഭവം. കരിങ്കെല്ലാം ഉണ്ട്, അങ്ങനെ എന്തും ഉണ്ടാക്കിയേക്ക്. എന്താണ് അത്യാവശ്യം നല്ല വെയിലുണ്ട്. പിന്നെ ഇതുമെന്നുള്ള റിഫ്ലക്ഷനും ഇവിടുന്ന് ഇതിക്കൂടെ വരുമ്പോൾ ഞാൻ കണ്ടു തോന്നിട്ടാ. ഇതിക്കൂടെ ഒക്കെയാണ് നമ്മൾ വന്നത്. ഇതാണ് സഹോദരം
കരിങ്കല്ലാണ്, ഒറ്റക്കല്ലൊന്നുമല്ല, കഷ്ണം കഷ്ണം തന്നെയാണ്. സിമെന്റും പശ വെച്ച് കൊട്ടിച്ചിട്ടുണ്ട്. എല്ലാം കണ്ട മഴത്തെ സെയിം സാധനം തന്നെ അവിടെ. പക്ഷേ ചൂടില്ല, ചെരുപ്പിടാൻ നമുക്ക് അതൊന്ന് നടക്കാം. ഉള്ളിൽ കയറുമ്പോൾ നല്ല തണുപ്പാണ്. ഒരു മൊത്തം എന്തോ പോളിഷ് ചെയ്തു, 2 തരം പോളിഷ് ചെയ്തു പറഞ്ഞു. ഒരു പോളിഷ് എനിക്ക് മനസ്സിലായുള്ളൂ, സാൻഡ് ബ്ലാസ്റ്റ് അങ്ങനത്തെ ഒരു ഇതും. പിന്നെ ഇവിടുത്തെ ചേട്ടൻ എന്തോ പറഞ്ഞു, പക്ഷെ തെളിങ്കിലെ കാരണം മനസ്സിലായില്ലെന്നു. എന്തോ ഒരു തടാകമാണ് അവിടെ, എന്തോ ഡാം കണ്ടില്ല, അതിൻ്റെ ഒരു ഭാഗമായിരിക്കുക. രക്ഷയില്ല. ജീവികളൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞ് കുഞ്ഞ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടിക്കുണ്ട് തോന്നാം. അങ്ങനെ ആ ടെമ്പിളും കണ്ടു. അത് കുഴപ്പമുണ്ടായില്ല കേട്ടോ, അത് നൈസ് സ്ഥലമായിരുന്നു. അതെന്താ സംഭവം, എന്തോ വെള്ളം കുറഞ്ഞപ്പോൾ കിട്ടിയതാണ് അത് പ്രൈവറ്റുകാരാണ്. പ്രൈവറ്റുകാർ അതെടുത്ത് ക്ലീനാക്കി റിസ്റ്റോർ ചെയ്തു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ റിസ്റ്റോർ ചെയ്തെടുത്തു. അതാണ് ഉണ്ടായത്. പിന്നെ നമ്മുടെ അടുത്ത ലൊക്കേഷൻ, അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ഇവിടെ നിന്ന് 3 മണിക്കൂർ അല്ലെങ്കിൽ 150-160 കിലോമീറ്ററോളുണ്ട്. ട്രാൻസ്ഫോമർ, പോസ്റ്റ് മേക്കിംഗ് ട്രാൻസ്ഫോമർ 150-160 കിലോമീറ്റർ ഉണ്ട്. അപ്പം അതാണ് നമ്മളിനി അടുത്ത സ്റ്റോപ്പ്. ഇതൊക്കെ പണ്ട് കാലത്ത്, ഒരു പുസ്തകകാലത്ത് വെള്ളത്തിനടി ചെയ്യുന്നുണ്ടോ ചിലപ്പോൾ. കോടാനകോടി വർഷങ്ങൾക്ക് മുമ്പ് എന്തായാലും വെള്ളത്തിനടിയിലായിരുന്നത് കണ്ടറിയാം. അങ്ങനത്തെ ഒരു വൈബ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് ചെമ്പരിയാടുകൾ കണ്ടു. ആ ചെമ്പരിയാടുകൾ ഒന്നുകൂടി കാണാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ പറ്റിയില്ല. അപ്പം ശരി. മണ്ണുണ്ടാക്കിയ ടൈപ്പ് വീടുകളാണ്. കുറച്ചൊന്ന് പോയി പോയി തേങ്ങ കാട്ടുമുക്കിൽ കിടന്ന് പ്രാന്തായി. റേഞ്ചിലൊന്നുമില്ല BSNL. അതങ്ങനെ വന്നപ്പോൾ 4G വന്നത്. ഇപ്പോൾ നമ്മൾ സൂരജ് പറഞ്ഞ ഇതിൻ്റെ എനിക്ക് സെറ്റായിട്ടുണ്ട്. റൂട്ടിലേക്ക് 60 കിലോമീറ്റർ കാനപ്പാറ അങ്ങനെ എന്തോ സ്ഥലം, മാനവഹള്ളി കൂടെ 60 കിലോമീറ്റർ. അപ്പം അങ്ങനെയാണ് സംഭവം. നമ്മുടെ ഗ്ലൗസ് ഇടാൻ മറന്നു. ഗ്ലൗസ് ഇട്ടേക്കാം. മുള്ളാൻ വേണ്ടി നിർത്തിയ ചെറിയൊരു പൊയ്ക. അവിടെ നിങ്ങൾ നല്ല ഒഴുക്കുണ്ട്. മീനുകൾ തുപ്പലാങ്കൊത്തിക്കുണ്ട്. അതൊക്കെ കൃഷി കേട്ടാ. അവിടെ കരിമ്പാന്ന് പോണാട്ടാ, കരിമ്പിനുള്ളതാ. എവിടെയാണ് എന്താണെന്ന് അറിയാം. കർണാടകയിൽ എവിടേക്കോ ആണ് നമ്മൾ. സുഹൃത്തുക്കളെ, കരിമ്പിൻ കൃഷി കാണൂ. കരിമ്പിൻ കൃഷി, ഓ വലിയൊരു വണ്ടി. കരിമ്പിൻ്റെ കൃഷി കേട്ടാ. അവിടെ പൂവുണ്ടാക്കണ്ട, അവിടെ പാടത്തൊക്കെ ഉണ്ടാവാറില്ലേ അങ്ങനത്തെ ഒരു പൂവ്. പക്ഷെ കരിമ്പിൻ്റെ പൂവാണ് കണ്ട. സൂപ്പർ സൂപ്പർ. കർണാടകയിലെ കരിമ്പിൻ കൃഷി, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. ചെമ്മരിയാടുകൾ നടന്ന് കൊള്ളല്ലോ. ബാ ബാ
ഒരു ഡി 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 എന്തിട്ട് സാധനം സ്വർണ്ണം. ഓ കളർ കണ്ടോ, സെയിം കളർ തന്നെ കേട്ടോ, വീഡിയോയിൽ പറഞ്ഞ സെയിം കളർ തന്നെയാണ്. ഭയങ്കരം തന്നെ. ഭയങ്കര കളറാണ്. ഇവിടെ വക്കോലക്കിൻ്റെ വക്കോലൊക്കെ ഇത് കൂട്ടി കൂട്ടി കൊണ്ടുപോകണം. കൃഷി ഇവിടെ വേണ്ട, തട്ടായിട്ട് കൃഷി. ായിട്ടുള്ള കൃഷിയാണ്. പശു